അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ മുസ്തഫ മസ്താൻ കാഞ്ഞങ്ങാടി എന്ന് പറഞ്ഞാൽ കുഞ്ചാബി സദ്ദാമുക്ക്. അവിടെയാണ് എൻ്റെ പോപ്പർ, അവിടെയാണ് എൻ്റെ നാട്. എൻ്റെ ജോലി 1990 മുതൽ എൻ്റെ ജോലി കോഴിമുട്ട തൈലം വിൽക്കലാണ്. കോഴിമുട്ട പുഴുങ്ങി അതിൻ്റെ മഞ്ഞയിൽ നിന്ന്, അതിൻ്റെ ഉണ്ണി, അതിൻ്റെ കാമ്പിൽ നിന്ന് വളരെ വിദഗ്ധമായി അതിനെ തീച്ചൂടിലിട്ട് അതിൽ നിന്ന് എണ്ണ ഊറ്റിയെടുത്ത് അറിയപ്പെടുന്ന ഒരുപാട് പച്ചമരുന്നുകൾ, അങ്ങാടി മരുന്നുകൾ, നാടൻ മരുന്നുകൾ അത് ഇടിച്ച് പിടിച്ച് നല്ലെണ്ണയിൽ വേവിച്ച് കോഴിമുട്ടയിൽ നിന്ന് കിട്ടുന്ന തൈലം അതിൽ മിക്സ് ചെയ്ത് പാകം ചെയ്തെടുക്കുന്ന ഒരു മരുന്നാണ് കുക്കടാണ്ട തൈലം അഥവാ കോഴിമുട്ട തൈലം. ഇത് ഉപയോഗിക്കുന്നത് ഒരുപാട് കാലമായി പഴകിയ മുയ്പ്പ് വേദന, ഒരുപാട് കാലമായി ഷോളർ വേദന കൊണ്ട് കഷ്ടപ്പെടുന്നവർ, അതേപോലെ ഒരുപാട് കാലമായി മുട്ടുമടങ്ങാത്തവർ, മുട്ട് തേയ്മാനത്തിൻ്റെ തകരാറ് കൊണ്ട് കഷ്ടപ്പെടുന്നവർ, ലിഗമെന്റിന്റെ തകരാറ് കൊണ്ട് കഷ്ടപ്പെടുന്നവർ, അതേപോലെ ഡിസ്ക് തേയ്മാനത്തിൻ്റെ തകരാറ് കൊണ്ട് കഷ്ടപ്പെടുന്നവർ, ഒരുപാട് കാലമായി പെടലി വേദന, കഴുത്ത് തിരിക്കാൻ കഴിയാത്തവർ, ഇതിനൊക്കെ വലിയ ഗുണം ചെയ്യുന്ന ഒരു മരുന്നാണ് കുക്കടാണ്ട തൈലം, കോഴിമുട്ട തൈലം. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, സ്കാനിങ് സെന്റർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ഇഞ്ചക്ഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, എക്സറേ മെഷീൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, പെയിൻ കില്ലർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പഴയകാല ആരിഫീങ്ങൾ, സൂഫിയാക്കൾ, പഴയകാല മഹാരഥന്മാര്, മഹർഷിമാര് അവര് ആ കാലഘട്ടത്തിൽ അവർക്കുണ്ടാകുന്ന വേദനകൾക്ക്, അവർക്കുണ്ടാകുന്ന നടുവേദന, കൈകാല് കടച്ചൽ, കാലുമുട്ടുവേദന, പഴയകാലത്ത് പ്രസവാനന്തരം പെണ്ണുങ്ങൾക്ക് തേച്ചു കുളിക്കുന്ന തൈലത്തിൽ എണ്ണയിൽ ചാലിക്കുന്ന ഒരു മരുന്നാണ് കോഴിമുട്ട തൈലം. ഇത് ഉപയോഗിക്കേണ്ട രീതി ഷിഫാഉൽ അംറാദി എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ എഴുതിയതാണ് സൈത്തുൽ ബീദ്, കോഴിമുട്ട തൈലം. സൈത്തി എന്ന് പറഞ്ഞാൽ എണ്ണ, ബീദ് എന്ന് പറഞ്ഞാൽ മുട്ട. സൈത്തുൽ ബീദ്, മുട്ടത്തൈലം. അത് ഉപയോഗിക്കേണ്ടത് സൂര്യന്റെ ചൂടുള്ള സമയത്ത് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല, അഥവാ വിയർപ്പുണ്ടാകുമ്പോൾ ഇത് ഉപയോഗിക്കരുത്. ഒന്നുകിൽ രാവിലെ 6 മണി മുതൽ 7 മണി വരെ ആ തണുപ്പ് സമയത്ത്, അല്ലെങ്കിൽ വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള 1 മണിക്കൂർ സമയം, മാക്സിമം 1 മണിക്കൂർ സമയം ഇത് ശരീരത്തിൽ എന്താക്കണം, പിടിച്ചു വെക്കണം, തേച്ച് വെക്കണം, പൊതിർത്തി വെക്കണം. പിന്നെ ഇതിൻ്റെ നിയമം, ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതെന്താക്കരുത്, തടവരുത്, മസാജ് ചെയ്യരുത്. ഒരു കാരണവശാലും ഇതെന്താക്കരുത്, നമ്മൾ ബലം പ്രയോഗിച്ച് തടവരുത്. ഇതവിടെ എന്താക്കുക, വെള്ളത്തിൽ കടലാസിട്ടാൽ വെള്ളത്തിൽ പൊതിരും പോലെ, തുണിക്കഷ്ണം വെള്ളത്തിലിട്ടാൽ പൊതിരും പോലെ ശരീരത്തിൽ എന്താക്കണം, ഇത് ഇട്ട് കഴിഞ്ഞാൽ തൊലി പൊതിരണം. ഇനി ഷോൾഡറിനാണ് വേദനയെങ്കിൽ അവിടെ കുതിര എന്താക്കുക, നല്ല കുളുക്ക എന്താക്കുക, ഷോൾഡറിനിടുക. ഇതിന് ബാക്കി കയ്യിലുണ്ടാകുന്നത് അടിഭാഗത്ത് എന്താക്കുക, തടവുക. ഇവിടെയാണ് തടവേണ്ടത്, ഈ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കുമാണ് തടവേണ്ടത്. ഇനി മുട്ടിനാണ് വേദനയെങ്കിൽ മുട്ടിനിട്ട് കൊടുക്കുക. മുട്ടിന് കുതിരയിട്ട് മുട്ടിന്റെ അടിഭാഗത്താണ് തടവേണ്ടത്. ഇത് തടവി ഇട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ സമയം റെസ്റ്റ് എടുക്കണം, സർക്കുലേഷൻ പാടില്ല. 1 മണിക്കൂർ സമയം അടങ്ങിയിരിക്കണം. ഇനി ചൊറി, ചുണങ്ങ്, കാലുപൊട്ടല്, പുഴുക്കടിപ്പ്, കുഴിനകം, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പഴയകാല മരുന്ന് തന്നെയാണ് കോഴിമുട്ട തൈലം. അതിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സോപ്പിട്ട് കഴുകരുത്. അത് കഴുകുന്നത് കല്ലുപ്പിട്ട വെള്ളത്തിലോ അല്ലെങ്കിൽ കടല് വെള്ളത്തിലോ കഴുകണം. കഴുകിക്കഴിഞ്ഞാൽ ആ വെള്ളം തുടച്ച് കളയരുത്, അത് തനിയെ ആറിപ്പോകണം. ഇങ്ങനെയാണ് ഇതിന്റെ നിയമം. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, വേദനയുള്ള ഭാഗത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ 20 മിനിറ്റ് കഴിഞ്ഞാൽ വേദനയ്ക്ക് ശമനം വരും. ഒരു പഴയകാല ഔഷധമാണ് കോഴിമുട്ട തൈലം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ആവശ്യം തന്നെയാണിത്. ഇത് കിട്ടാൻ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഈ വീഡിയോയിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൊറിയറായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതാണ്. 3 സൈസ് കുപ്പിയാണ് ഇത് അവൈലബിൾ, ഇത് കിട്ടാനുള്ളത്. ഒന്ന് 100 മില്ലിയാണ്. ഈ 100 മില്ലിക്ക് 100 രൂപയാണ്.
പക്ഷേ ഇത് കൊറിയറിൽ ഈ 100 മില്ലി വരില്ല. കൊറിയറിൽ വരുത്ത് 200 മില്ലിയാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങളിത് കൊണ്ടുപോയി വിൽപ്പന നടത്തുന്ന നാട്ടിൽ ഇത് 100 രൂപയ്ക്കാണ് കൊടുക്കുക. ഇതിൻ്റെ വില 100 രൂപ 100 മില്ലിക്ക്. കൊറിയറായിട്ട് വരുന്ന കുപ്പി ഇതാണ് 200 മില്ലി. 200 മില്ലിക്ക് 200 രൂപയാണ് വില. കൊറിയർ ചാർജ് അടക്കം 310 രൂപയാകും. പാക്കിംഗ് ചാർജും കൊറിയർ ചാർജ് അടക്കം. ഇതിന് 200 രൂപയാണ് വില. ഇത് 200 മില്ലിൻ്റെ കുപ്പിയാണ്. ഇനിയുള്ളത് 1/2 ലിറ്ററാണ് 500 മില്ലി. ഈ 500 മില്ലിക്ക് 400 രൂപയാണ് വില. പക്ഷെ ഇതെന്തില്ല, കൊറിയറിൽ വരില്ല. കൊറിയറിൽ വരുത്ത് 200 മില്ലിൻ്റെ കുപ്പിയാണ്. അതിന് 310 രൂപ കൊറിയർ ചാർജും പാക്കിംഗ് ചാർജ് അടക്കം എന്ത് ചെയ്യണം, അടക്കണം. എന്നാലേ ഇത് കിട്ടുള്ളൂ. പിന്നെ പഴയ കാലത്ത് ഈ ഞരമ്പിൻ്റെ തകരാറ് കൊണ്ട് ശരീരമാസകലം ബലഹീനമായി കിടക്കുന്നവരിൽ ശരീരം തളർന്നു പോവുക, തളർവാദം എന്നെല്ലാം പറഞ്ഞിട്ട് പഴയ കാലത്തുണ്ടല്ലോ, ശനിവാദം എന്നെല്ലാം പറഞ്ഞിട്ട്. ആ കാലഘട്ടത്തിൽ ഈ പഴയ കാലത്ത് ഉണ്ടാകുന്ന ആ വാദങ്ങൾക്ക് കഴുത്തിന് താഴത്ത് ശരീരത്തിൻ്റെ ഞരമ്പുകൾക്ക് പുഷ്ടി കിട്ടാൻ, ശക്തി കിട്ടാൻ, ശിദ്ധത്ത് കിട്ടാൻ, കുവ്വത്ത് കിട്ടാൻ അഥവാ ശക്തി കിട്ടാൻ വേണ്ടി പഴയ കാലത്ത് കഴുത്തിന് താഴത്ത് ഉള്ളംകാല് വരെ പഴയകാല ആര്യമീങ്ങൾ, പണ്ഡിതന്മാര്, പഴയകാല സൂഫിയാക്കള്, നാടന്മാര്, പഴയകാല തൊഴിലാളികള് അവർ ശരീരം മുഴുവനും കോഴിമുട്ടത്തൈലം ഉപയോഗിക്കും. അപ്പോൾ ശരീരത്തിന് നല്ല ആരോഗ്യവും ഉണർവും ഉന്മേഷവും കിട്ടും. അത് 1 മണിക്കൂർ കഴിഞ്ഞ് അവരെന്താക്കും, നല്ല വെള്ളത്തിൽ അവർ കുളിക്കും. അങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. നിർബന്ധമായിട്ട് ഇത് വാങ്ങിക്കുക, വീട്ടിൽ സൂക്ഷിക്കുക. എല്ലാ കാലത്തും എല്ലാ സമയത്തും ശരീരത്തിന് എന്തെങ്കിലും വേദന സംഭവിച്ചാൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അപാര മരുന്നാണ് കോഴിമുട്ടത്തൈലം.